ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് സ്നീക്കർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. അപ്പം ഈ ഗെയിമിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് നമ്മൾ ഈ ഷൂസിന് കളർ കൊടുക്കുക, അത്രയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ക്രിയേറ്റ് ആക്കി നമുക്കൊന്ന് കളിച്ചു നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആ ഷൂ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കളർ ചെയ്യുക, എന്നിട്ട് റേറ്റിംഗ് ഇവർ തരും. അപ്പം നമുക്ക് ആ റേറ്റിംഗ് നല്ലത് തന്നെ കിട്ടണം, അതാണ് വേണ്ടത് ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഏത് കളർ കൊടുക്കുക? ആദ്യം ഇതിന് നല്ല കളർ തന്നെ ആദ്യം വെച്ച് കൊടുക്കണം. വെയിറ്റ്, പിന്നെ അറ്റം വെച്ചെടുത്താലോ ഇതിന് പുറത്തോട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് സൂം ചെയ്യാൻ ഒക്കത്തില്ലല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ റെഡ് എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗം ചെയ്യണം ഗൈസ്. അപ്പം നമുക്ക് ഇതിൻ്റെ അടിഭാഗം റെഡ് അടിക്കാം. അപ്പോൾ ഗൈസ് ഇതെന്താണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് വരുന്നില്ലല്ലേ. ഹലോ ഹലോ, ഇതെന്താണിത്? ബ്രഷിൻ്റെ സൈസൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താണ് കളർ അടിക്കുക? ഇതെങ്ങനെയാടാ ഇവിടെ വന്ന കളർ? ഇതൊക്കെ എന്ത് ഗൈസ്? നമ്മളിവിടെ കളർ അടിച്ചപ്പോൾ കളർ വന്നത് ഇവിടെയാണ്. കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ആകം തന്നെ അടിക്കാം. ഇപ്പുറത്തെന്താണ് പെയിൻറ്റ് വന്നത് കൂട്ട്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇതിൻ്റെ ആകവും ലേസും റെഡാക്കിയിട്ടുണ്ട്. ഇവിടെ ഇത് വേണ്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, ഓക്കെ. അപ്പം ബ്രഷ് സൈസ് കൊച്ചിതാക്കിയിട്ട് നമുക്ക് അവിടെ അടിക്കാം. ഇത് ഇത്രയും കൊച്ചിതാക്കിയിട്ട് ഇതെന്തെങ്ങനെ അങ്ങനെ അതും അടിച്ചിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഏത് കളറാണ് വേണ്ടത്? ഇത് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. അപ്പം ബ്ലാക്ക് ഇവിടെ കൊടുക്കണം. അടുത്ത സ്ഥലം ബ്ലാക്ക്. അപ്പം നമ്മളിങ്ങനെ ബ്ലാക്ക് കൊടുത്ത് വയ്ക്കുക ഇവിടെ. അവിടെ അല്ലായിരുന്നു വേണ്ടത്, ഇവിടെ ഇങ്ങനെ കൊടുക്കുക. അത്രേ ഉള്ളൂ. അയ്യോ, ഇച്ചിരി പാടാണ് ഗൈസ്, ബിക്കോസ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അടിച്ചു കൊടുക്കണം. ഇച്ചിരി പാടാണ് അത് ചെയ്യാൻ, പക്ഷെ എന്നാലും നമ്മൾ ചെയ്യും. അറ്റമൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി പാടെ വരുവാണ് ഗൈസ്. എന്താണ് നടന്നത്? അതിങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഒരു സ്ഥലം നമ്മൾ കളർ അടിച്ചിരിക്കുന്നു ബ്ലാക്ക്, ഇനി അടുത്ത സ്ഥലം താണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് പേക്ക് ഇങ്ങനെ കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ബിക്കോസ് നമുക്ക് ലൈക്കൊക്കെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഒട്ടും ഇല്ല ഗൈസ്. നിങ്ങളപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മളിവിടെ ഷൂ പെതുക്കെ റെഡിയാക്കുന്നുണ്ട്. ഇച്ചിരി പാടാ ഷൂ ഒക്കെ റെഡിയാക്കണമെങ്കിൽ. ഇത് ഇച്ചിരി പാടുള്ള പണിയാണ്. ഇടയ്ക്ക് ഇതെല്ലാം നമ്മൾ കളർ അടിച്ച സ്ഥലമാണ്. ഇത് ഇച്ചിരി പാടുള്ള കാര്യമാണ് ഗൈസ്. അയ്യോ, അവിടെ അടിക്കണ്ടേന്ന്. അവിടെ തിരിച്ച് നമുക്ക് റെഡ് കൊടുക്കാം. അയ്യോ, അവിടെ റെഡ്. വെയിറ്റ്, ഇത് നമുക്ക് ഇങ്ങനെ ഒരു റെഡ് കളറാക്കിയാലേ ഇത്. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ ചെയ്യണ്ട. ഓക്കെ, അത് അവിടെ മാറ്റിയേക്കാം. പിന്നെ ഇവിടെ റെഡ് തന്നെ കൊടുത്തേക്കാം. ഇവിടെ ഇങ്ങനെ. ഓക്കെ, അവിടെ ഷൂവിൻ്റെ ലേസ് നമുക്ക്. അയ്യോ, ഓക്കെ, ബ്ലാക്ക് എടുക്കട്ടെ ഗൈസ്. അപ്പം നമ്മൾ ബ്ലാക്ക് അടിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ എല്ലാം ശരിയായില്ല. അപ്പുറത്ത് ഇതേ കൂട്ട് തന്നെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആണ് ഗൈസ്, നമ്മളിവിടെ ഇങ്ങനെ ബ്ലാക്ക് അടിച്ചിട്ടില്ല. അയ്യോ ഗൈസ്, ഇച്ചിരി പാടാണ് ബ്ലാക്ക് അടിക്കാൻ. ഇടയ്ക്ക് കയറി ഞെക്കിയാലേ പറ്റത്തുള്ളൂ. അയ്യോ, ഇച്ചിരി പാടാണ്, ഇത് നല്ല പാടാണ് ഗൈസ്. അവിടെ എത്രയൊക്കെ മതിയായിരിക്കില്ലേ? ഓക്കെ ഗൈസ്, ഇനി അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഷൂസിന് കളർ കൊടുക്കാനുള്ള ടൈം.
ഇപ്പം ഷൂസിന് നമുക്ക് വെള്ളം തന്നെ കൊടുക്കണോ വേണ്ട. നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഈ സ്ഥലമായിട്ട് നമുക്ക് ഒരു പച്ച അടിക്കണം. ഈ പച്ചയാണോ? ഈ പച്ച കുറച്ചും കൂടെ രസം. ഈ പച്ച നമുക്ക് അടിച്ചിരിക്കാം. ഗൈസ് ഇത് പതുക്കെ ലുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ഇച്ചിരി പാടെ വരുന്നത് തൊട്ടൊരു സംശയം. അയ്യോ ഇതെന്താണ് ഷൂ ഇങ്ങോട്ടൊക്കെ പോകുന്നത്? ഇനി ഇത്രയൊക്കെ മതി. ഇതെന്താ ജോക്കറിനെ കൂട്ടുണ്ടല്ലോ, ജോക്കറിൻ്റെ ഷൂ കിട്ടും. ജോക്കറിന് ഇഷ്ടപ്പെടുന്ന തോന്നുന്നു ഈ ഷൂ. അപ്പം നമുക്കിനി അടുത്തത് നമുക്ക് ഡാർക്ക് ബ്ലൂ അടിക്കാം. പല കളർ ഇതിൽ ചേർക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ പല കളറും ചേർക്കും. എല്ലാ കളറും ചേർക്കും എന്ന് പറയാക്കത്തില്ല, ബിക്കോസ് അതിന് ഇത്രയൊക്കെ സ്ഥലം ഉണ്ടോയെന്നില്ല അറിയത്തില്ല. ഇച്ചിരി പൊക്കണം. അയ്യോ അപ്പം നമുക്ക് ഇങ്ങോട്ട് തിരിക്കാം. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഗൈസ് ഈ കൊച്ചു പെയിൻറ്റിങ് ബ്രഷ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതാകുമ്പോൾ നമുക്ക് നേരെ അടിക്കാനെങ്കിലും ഒക്കെ. അപ്പോൾ ഇത് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അല്ലല്ല എൻ്റെ അടിഭാഗത്ത് ചുമ്മാ വെച്ചാൽ കൊള്ളത്തില്ലല്ലേ. എന്താണ് അടിഭാഗത്ത്? അയ്യോ അടിഭാഗത്ത് അടിച്ച് എവിടെ കൈ? ആഹാ ഈ ഡിസൈൻ കൊള്ളാമല്ലേ. ഓറഞ്ച് കളറായി, പക്ഷെ നല്ലൊരു രസമുണ്ട് കാണാൻ. ഗൈസ് നമ്മളപ്പോൾ ഇതിനൊക്കെ പൈസ ഇടുന്നു. ഇതെന്താണ്? ഇതെവിടെയാണ് വെക്കേണ്ടത്? ബാക്കിലാണ് വെക്കേണ്ടത്. നമുക്ക് ബാക്ക് വയ്ക്കാം, ഷൂസിൻ്റെ ബാക്ക് വയ്ക്കാം. നോക്കിയത് ഇത്രയും വലുത് വയ്ക്കാം. എന്തിടേത് എവിടെ കിടക്കുന്നത്? എവിടെയാണ് ഗൈസ് ആ സാധനം? ഞാൻ വെച്ചില്ലേ. ഓ നമ്മൾ ക്ലിക്ക് ചെയ്യണമല്ലേ ഗൈസ്. നോക്കപ്പോൾ ഇത് ബാക്കിൽ തന്നെ വയ്ക്കാം. യു എന്താണ് ഗൈസ് രണ്ട് പന്നി നോക്കുന്ന കൂട്ടുണ്ടല്ലേ. നമുക്ക് കുറച്ചും കൂടി കൊച്ചുതാക്കാം. അല്ല നമുക്കിത് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കി നമുക്ക് വേറെ എവിടെയെങ്കിലും വെക്കണം. ഷൂസിൻ്റെ അടിയിലല്ല, ഒരു സൈഡിലായിട്ട് നമുക്ക് വയ്ക്കാം ഗൈസ്. ഷൂസിൻ്റെ ഇവിടെ വന്നിട്ട് ഇവിടെ അല്ലല്ലോ വരണ്ടേ. അവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ഇട്ട് പോവാം. ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ഇതിങ്ങനെ ചെയ്യാം. ഇനി നമുക്കിത് വയ്ക്കാം. ഇത് ഇത്രയും വയ്ക്കാം. അയ്യോ ഇച്ചിരി ഒന്ന് മാറിപ്പോയി. അയ്യോ രണ്ട് പന്നിയാണ് ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളപ്പോൾ അത് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഈ ഷൂവിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. ഇതെന്താണിത്? മെറ്റീരിയലാ? ഇത് മെറ്റീരിയലാണ്. എന്നാക്കി ഇവിടെ ഇങ്ങനെ അടിച്ച് വെച്ചേക്കാം. എന്തോ സ്റ്റീലാ, തുരുമ്പിച്ച സ്റ്റീൽ കൂട്ടുണ്ടല്ലേ. തുരുമ്പിച്ച സ്റ്റീലെടുത്ത് അയ്യോ ഇവിടെ ആയിപ്പോയല്ലോ ഗൈസ്. അടിഭാഗത്ത് നമുക്കപ്പോൾ കളർ പോലും അടിക്കി വെക്കൂല ഗൈസ്. അപ്പോൾ നമുക്ക് ഈ തുരുമ്പിച്ച സാധനം എവിടെയും കൂടെ വയ്ക്കാം. ഇത് കണ്ട തുരുമ്പിച്ച മെറ്റലെടുത്ത് വയ്ക്കുന്ന കൂട്ടുണ്ട് ഗൈസ്. അടിഭാഗം നല്ല കട്ടിയാണ്, ബിക്കോസ് ഇത് സ്റ്റീലാണ്. അയ്യോ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് ഓടുമല്ലേ. ഇങ്ങനെ നമ്മൾ ഒരു ഷൂ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ അയ്യോ അവിടെ ആയോ, അവിടെ ബ്ലൂ അടിക്കണമല്ലോ. ഇപ്പോൾ വേണ്ട, നമുക്കിപ്പോൾ ഇതാദ്യം ചെയ്ത് തീർക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഷൂ ഇപ്പോൾ ഇങ്ങനത്തെ രീതിയിലാക്കി ഗൈസ്. ഇവിടെ തുരുമ്പിച്ച മെറ്റലാണ് വെച്ചിരിക്കുന്നത് ഗൈസ്. തുരുമ്പിച്ച മെറ്റൽസ്. ആൾക്കാർ ഇതും വെച്ചായിരിക്കും ചവിട്ടി അന്ന് അയാൾ മരണപ്പെട്ടു പോകും ഗൈസ്. അതേ കൂട്ടാണ് ഗൈസ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഗൈസ്.
അങ്ങനെ ആ ഷൂവിൻ്റെ കാര്യം അറിയാൻ തീർന്നില്ല ഗൈസ്. നമുക്ക് ആ കളർ അവിടെ തിരിച്ച് നേരെയാക്കണ്ടേ, അവിടെ മെറ്റലായി പോയല്ലോ ഗൈസ്. അങ്ങനെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഷൂ പ്രീവ്യൂ ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതുവരെ പറയുന്നത് ഇതെന്താണ്, ഫങ്കിയാ, ക്യാമ്പ്, അലൈവ, ഇതെന്താണ്, ഇതിന് ജീവനുണ്ടോ ഗൈസ്? ഒരു പന്നിയുണ്ട്, അതായിരിക്കും ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഈ ഷൂ ഇപ്പോൾ ദാണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാം. അപ്പം നമുക്കിനി അടുത്ത ഷൂ നമുക്ക് കളർ അടിക്കാം. അടുത്തൊരു ഷൂ നമുക്ക് കളർ അടിച്ച് അതിനെ സെറ്റാക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത ഷൂ ആണ്. നമ്മൾ ഒരു നല്ല ഷൂ നോക്കട്ടെ ഗൈസ്. നമുക്ക് നൈക്കിൻ്റെ ഷൂ ഉണ്ട് ഗൈസ്. നമുക്ക് നൈക്കിൻ്റെ ചിഹ്നം ബ്ലാക്ക് തന്നെ അടിച്ചേക്കാം. അയ്യോ, ഓക്കെ ഗൈസ്. അപ്പോൾ ഇവിടെ നൈക്കിൻ്റെ ചിഹ്നമായി, ഇപ്പുറത്തും കൂടെ നൈക്ക് മതി. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ നൈക്കാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നൈക്കിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നൈക്കിന് സീന് കാണാൻ. ഇച്ചിരി വലിയ ബ്രഷാണല്ലേ ഇത്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ട് കൊച്ചതായിട്ട് അടിക്കാം. അല്ലെങ്കിൽ അത് ഫുള്ളായിട്ടങ്ങ് ബ്ലാക്ക് അടിച്ചാലേ പക്ഷേ രസം കാണത്തില്ല ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഷൂ ചെയ്ത് തീർക്കാറായി. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ തീർന്നു ഗൈസ്. അങ്ങനെ പിന്നെ നമുക്ക് ഈ ഷൂവും കൂടെ ഈ നൈക്കും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം. അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ മിസ്റ്റർ റേസർ എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ വീഡിയോ ആണ്. അപ്പം നമുക്ക് അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇടാം ഗൈസ്. ഇന്ന് തന്നെ മിസ്റ്റർ റേസർ എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ വീഡിയോ ഇടും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അത് പറ്റുമെങ്കിൽ കാണുക. ബിക്കോസ് അത് നമ്മൾ റേസ് കളിക്കുന്ന ഇതൊക്കെയാണ്. നമ്മൾ വണ്ടിയും വെച്ച് റേസ് കളിച്ച് ജയിക്കുന്നതാണ്. അത് ഞങ്ങൾ കുറച്ച് ചെയ്ത് കളിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. അത് ഗൈസ് അയ്യോ ഇതെന്താണ് ഗൈസ് ഇങ്ങനെ വന്നേ? അത്രേ ഉള്ളൂ ഗൈസ്. നൈക്കിൻ്റെ കാര്യം കഴിയാറായി. നൈക്ക് ഇവിടെ ഇങ്ങനെ ഏത് കളർ അടിക്കും? ഈ പച്ച കളർ അടിച്ചാലോ ഇവിടെ? നൈക്ക് പച്ച. ഒരു സീൻ കളറാക്കണം. ഈ നൈക്ക് നമ്മളിന്ന് നല്ല കളർ അടിച്ചേക്കും. അയ്യോ ഇവിടുത്തെ ബ്ലാക്ക് അവിടെ പോയി. ഇവിടെയും കൂടെ ബ്ലാക്ക്. അയ്യോ ഇവിടെ ബ്ലാക്ക് വേണ്ടായിരുന്നു. അയ്യോ ഗൈസ് ഇതൊക്കെ ഇച്ചിരി പാടാണ് ഗൈസ് ഇത്. ബിക്കോസ് ഇത് ഭയങ്കര പാടാണ് ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഗൈസ് ഈ ഷൂവും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മിസ്റ്റർ റേസറിൻ്റെ ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യുക ഗൈസ്. ബിക്കോസ് അത് കാണാൻ രസമുണ്ട്. എനിക്ക് ഇപ്പോൾ നമ്മൾ ഈ ലേസിന് ഈ ഒരു കളറാണ് കൊടുക്കുന്നത് ഗൈസ്. എന്താണെന്നറിയത്തില്ല, ഈ കളറാണ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഗൈസ് ലേസിൻ്റെ കളർ. ഈ ലേസ് കാണാൻ രസമുണ്ടോ എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ ഇവർ പറയും സ്റ്റൈലാണോ അല്ലയോ എന്ന്. ഇവർ സ്റ്റൈലാണെന്ന് പറയണമെങ്കിൽ നമുക്കിത് കുറച്ചും കൂടി ഇത് നല്ലോണം ചെയ്യണം. അയ്യോ ഇവിടെയും കൂടെ പച്ചക്കളർ കൊടുക്കാം. ഏതാണ് ഇങ്ങനെ ഗൈസ്. നമുക്കപ്പോൾ ഇവിടെ ഇങ്ങനെ പച്ച കളർ കൊടുക്കാം. ഏത് പച്ച കൊടുക്കും? ഈ പച്ച കൊടുക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എനിക്കറിയാം കുറേ പേര് ലൈക്ക് ചെയ്യത്തില്ല, കുറേ പേര് സബ്സ്ക്രൈബും ചെയ്യത്തില്ല. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടാണ് വീഡിയോ ഇടുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് തീരാറായി ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഒരു ദിവസമായിട്ട് കാണും. നമ്മൾ ഇന്ന് തന്നെ നമ്മൾ കാണുമല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം എല്ലാവർക്കും ബൈ. ഇന്നത്തെ ഗെയിം ഇവിടെ വെച്ച് നിർത്താം, ബിക്കോസ് ഇത് ഇച്ചിരി ലേറ്റായി എന്നൊരു സംശയം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിത് പ്രീവ്യൂം കൂടെ ചെയ്യാം. ഡ്രിപ്പും ബോപ്പും കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇഷ്യൂവിന് നേരത്തേതിന് അലൈവ് ഫങ്കി ക്യാമ്പാണ് കിട്ടിയത്. ബട്ട് ഈ പ്രാവശ്യം ഡ്രിപ്പ് ബോപ്പ് എന്താണ് എഴുതിയിരിക്കുന്നത്, ബോയ്ജി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.